വെൽക്കം സായിറാം. ഞാൻ ഗൗരി ജയൻ. സായിറാം, ഇനി പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ മോളുടെ കാര്യങ്ങളാണ് സായിറാം. എന്താണ് ബാബ ചെയ്ത അതിശയങ്ങളും മിറാക്കുകളും അതൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത് സായിറാം. അങ്ങനെ എൻ്റെ ആക്സിഡൻറ്റ് കാര്യമൊക്കെ പറഞ്ഞതാണല്ലോ, അതൊക്കെ അങ്ങനെ ശരിയായി. എന്നാലും അപ്പപ്പം വേദനയൊക്കെ വരാറുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് കഴിക്കും, അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. അധികം ഭാരമൊന്നും തൂക്കരുത്, സ്റ്റെപ്പ് കയറരുത്, അങ്ങനെ വലിയ ഭാരമുള്ള ജോലികളൊന്നും ചെയ്യരുത്, അതുമാത്രം ഡോക്ടർ പറഞ്ഞു, മരുന്ന് തന്നു. അതങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ മോൾക്കും കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞു. അവളെയും പ്രസവത്തിന് വിളിച്ചിട്ട് വരാറായി. ഞങ്ങൾ കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെന്നൈക്ക്. അവിടെ ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസം ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വരികയായിരുന്നു. രാത്രി ഒരു 10:30-ക്കായിരുന്നു ട്രെയിന്. അങ്ങനെ വരുമ്പോഴാണ് സായിറാം അവളുടെ ജ്വൽസൊക്കെ ഊരി എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു സായിറാം. അവളുടെ മാത്രമായിരുന്നില്ല, എൻ്റെ വലിയ മോളുടെയും എൻ്റെ രണ്ടാമത്തെ മോളുടെയും. നമ്മൾ ട്രെയിനിൽ പോവുകയല്ലേ, ജ്വൽസൊന്നും ഇട്ടിട്ട് പോകാൻ പാടില്ലല്ലോ, നിങ്ങൾ വെച്ചോളൂ പറഞ്ഞിട്ട് രണ്ടുപേരും ഊരി എൻ്റെ കയ്യിൽ തരികയായിരുന്നു. ഞാൻ ആ ബാഗ് തോളത്ത് തൂക്കിയിട്ട് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് ഓർമ്മയുണ്ട്. അത് വരയ്ക്കും ആ ബാഗ് എൻ്റെ തോളത്ത് ഉണ്ടായിരുന്നു സായിറാം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കുറച്ച് ദൂരം വന്നു നോക്കുമ്പോൾ ബാഗില്ല. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കായിരുന്നു. അതിന് ശേഷം എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ തോളത്തെ ബാഗ് കാണാനില്ല. എനിക്ക് പരിഭ്രാന്തിയായി സായിറാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞില്ല. എനിക്ക് 2 മക്കളെ അവിടെ ജോലിസുമായിരുന്നു എൻ്റെ ബാഗിൽ. ഞാൻ എന്ത് ചെയ്യാനാണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും? എനിക്കങ്ങനെ മെൻ്റലായി സായിറാം. പറയാൻ പോകുകയാണെങ്കിൽ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയാലോ എന്നൊക്കെ തോന്നിപ്പോയി സായിറാം. ഞാനങ്ങനെ പുലമ്പിയിട്ട് നടക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പുലമ്പിയിട്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുമെന്നറിയാതെ കരഞ്ഞുകൊണ്ടും, കരയെ മാത്രമല്ല ഒരു ബ്രഹ്മതി പിടിച്ചു, ഒരു മെൻ്റൽമാരിയായിരുന്നു സായിറാം. എന്ത് പറയാനാണ്. അങ്ങനെ അത് കാരണം എന്താണെന്നറിയുമോ? അതായത് നമ്മളുടെ ആൾക്കാരെ കണ്ടു പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നും മറന്നു പോവില്ലേ? അത് ചേച്ചിമാരും ഏട്ടന്മാരും നമ്മളുടെ സ്വന്തക്കാരും ഒക്കെ കൂടെ വന്നപ്പോൾ ഈ 2 ദിവസം ഞങ്ങൾ നാളെ വിശേഷമാണെങ്കിൽ ഇന്നൊക്കെ പോയി അവിടെ നൈറ്റെത്തി ഫുള്ളും അവിടെ കറങ്ങുകയായിരുന്നു. ചെന്നൈ മുഴുക്ക കറങ്ങുകയായിരുന്നു. കറങ്ങി കഴിഞ്ഞതും നമുക്ക് സംസാരവും ചിറിയും കളിയും ഒക്കെ ആയിരുന്നില്ലേ? ചേച്ചിമാരും ചേട്ടന്മാരും നമ്മുടെ സ്വന്തക്കാരൊക്കെ കൂടെ ഉണ്ടാവുമ്പോൾ. അതായത് ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴും സായിബാബയുടെ മന്ത്രം, സായിബാബ എന്നല്ല എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. അത് ഇപ്പോഴല്ല, ഈ ബാബ കണ്ട ശേഷമല്ല ഞാൻ ജപിക്കുന്നത്. അത് ഒരുപാട് വർഷമായി സായിറാം ഞാൻ ജപിക്കുന്നത്. ആ മന്ത്രം വന്ന് ഞാൻ കാലത്ത് ഉണരുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എപ്പോഴും ജപിച്ചിട്ടാണ് കിടക്കാറുള്ളത്. അന്നേക്കൊന്നും ഭാവിയും ഓർമ്മയില്ല, മന്ത്രവും ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. നല്ല ജോളിയായിട്ട് സംസാരവും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ എൻ്റെ 2 മക്കളുടെയും ജ്വൽസ് എൻ്റെ ബാഗിലായിരുന്നു. പോയി സീറ്റിലിരുന്നു. ട്രെയിന് കുറേ ദൂരം പോയി നോക്കിയപ്പോൾ എൻ്റെ ബാഗ് ഉണ്ടായിരുന്നില്ല തോളത്ത്. അതിന് ശേഷം എന്ത് പറയാനാണ്? നിങ്ങൾക്കറിയുമല്ലോ 2 മക്കളെയും നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ച് കൊടുക്കുക എന്ന്. അവൻ്റെ സ്വർണ്ണം മുഴുക്ക കാണാനില്ല എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ ഇത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സായിബാബയെ വിളിച്ച് കരഞ്ഞത്. അപ്പോഴാണ് ഓർമ്മ വന്നത്. അതുവരയ്ക്കും മന്ത്രവുമില്ല, ജപവുമില്ല, സായിബാബയുമില്ല, ഏത് ദൈവവുമില്ല. അത്ര ഒരു സന്തോഷമല്ലേ നമുക്കൊരു സന്തോഷം കിട്ടുമ്പോൾ. അതാണ് ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ മറന്ന് കളിക്കരുത് എന്ന് പറയുന്നത്. അതാണ് എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അത്ര തന്നെ. നിങ്ങളും അറിയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ ഒരാവശ്യവും ഇല്ല ഞാൻ പറയാൻ. പക്ഷേ എൻ്റെ അനുഭവം ഇനിമേൽ ആർക്കും വരരുത്. ഞാൻ അന്ന് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയതാണെങ്കിൽ ഇന്നേക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. എനിക്ക് 3 പെൺകുട്ടികൾ മാത്രമാണ്. എന്നാൽ 3 മക്കൾക്കും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് സായിറാം. അങ്ങനെ നമ്മൾ എന്ത് പറയാനാ, ബാഗ് നമ്മൾ മാറ്റിയിട്ട ബാഗ്, അഴുക്ക് തുണിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാഗ്, സാധാരണ ഒരു ബാഗ്,
ആ ബാഗിൻ്റെ അകത്ത് എനിക്ക് തലവേദന പിടിച്ച് കരഞ്ഞിട്ട് തലവേദന പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തൈലം എടുക്കാനായിട്ട് ഞാൻ ബാഗ് തുറക്കുമ്പോൾ ഈ അഴുക്ക് തുണി വെച്ചിരിക്കുന്ന ബാഗിൻ്റെ അകത്ത് എൻ്റെ തോളിലുള്ള ബാഗ് അതിലിരിക്കണു. അതിൽ വയ്ക്കാനുള്ള സാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ല സായിറാൻ. അതിൽ വച്ച ഓർമ്മയുമില്ല. വച്ചു എങ്ങനെ അവിടെ പോയി എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സായിറാൻ. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പം കണ്ട ബാഗ് പിന്നെ ട്രെയിനിൽ കയറുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒന്നും എൻ്റെ തോളത്തുണ്ടായിരുന്നില്ല. ഞാൻ വാ വിട്ട് കരയുകയായിരുന്നു ഭഗവാനെ വിളിച്ചിട്ട്. അതിന് ശേഷം ഞാൻ ട്രെയിനിൽ നിന്ന് ചാടാം എന്നുള്ള ഇതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ ഒരു വഴികാട്ടി ആ ബാഗിൽ എനിക്ക് ആ ജ്വൽസ് ബാഗ് തന്നത്. സത്യമാണ് സായിറാൻ. ഞങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ ഈ സംഭവം അറിയാം. അവർക്ക് മറന്നു കാണും. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് അറിയാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് അവർ 5 വർഷമായി സായിറാൻ. അത് അവർ മറന്നെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കൂടെ അവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ സായിബാബ ഞങ്ങളെ ആ ടൈമിൽ രക്ഷിച്ചു, എന്നെ രക്ഷിച്ചു. ഞാനിപ്പോൾ സായിബാബയുടെ ചിലയെ വെച്ച് കുളിപ്പിക്കാനും ഡ്രസ്സ് ചെയ്യാനും അണിയിക്കാനും പൂജ കഴിക്കാനൊക്കെ ആ ഭാഗ്യം തന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു സായിറാൻ. അത്രയേ പറയാനുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സന്തോഷവും ദുഃഖവും കഷ്ടവും പരിഹാസവും ഇതെല്ലാം ഇനിയും ഉണ്ട്. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.